നമസ്കാരം. തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. നാട്ടിലെങ്ങും കൊടുമ്പിരി കൊണ്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളാണ്, പ്രചാരണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നാട്ടുവണ്ടി ഒരു വോട്ട് യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് ആലപ്പുഴ ചങ്ങനാശ്ശേരി AC റോഡിലാണ്. അപ്പോൾ എന്താണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് AC റോഡിന് പറയാനുള്ളത് എന്നറിയാനാണ് നാട്ടുവണ്ടി വോട്ട് യാത്രയുടെ ഇന്നത്തെ യാത്ര. ഒരു കുഴപ്പമില്ല. ഇപ്പൊ കുട്ടനാട്ടുകാരെല്ലാം വെള്ളം പൊങ്ങിയാലും ഒന്നും പേടിക്കാനില്ല. ഒന്നാം തരം റോഡ് പണിതിട്ട് കൊടുത്തിട്ട് പണ്ട് വെള്ളം പൊങ്ങുമ്പോൾ ഞങ്ങൾ ഉത്തരത കയറിയാലും ഇവിടെ കയറത്തില്ല. ഇപ്പം റോഡിന് ഒരു കുഴപ്പമില്ല. തെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ ഞങ്ങളുടെ കുട്ടനാട്ടിൽ LDF തൂത്തുവാരും, അതിന് യാതൊരു സംശയമില്ല. റോഡ് മൊത്തത്തിൽ കുഴപ്പമൊന്നുമില്ല, നല്ല റോഡാണ്, നല്ല പണിയാണ് ചെയ്തിരിക്കുന്നത്. സർക്കാർ ഇനി എന്നെ കൊണ്ടുവന്നിട്ടുള്ള നല്ല വികസനങ്ങളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി മുന്നോട്ടും അതേ രീതിയിലേ പോകത്തുള്ളൂ. എസ് റോഡ് ഗംഭീരമാണല്ലോ. എസ് റോഡ് കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പണി തുടങ്ങിയതാണ്. 2019-20 കാലത്താണ് തുടങ്ങുന്നത്. ഇപ്പോൾ അതിൻ്റെ പണി 90% പൂർത്തിയായി. കിഫ്ബിയിലൂടെയാണ് ഈ റോഡിൻ്റെ 742 കോടി രൂപയും ചെലവഴിച്ചിരിക്കുന്നത്. റോഡ് അടിപൊളി റോഡാണ്. നല്ല നമ്മൾ ഉദ്ദേശിച്ച കണക്കല്ല, പണിയൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതിൻ്റെ പള്ളാത്തുരുത്തി പാലം കൂടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കകം ചങ്ങനാശ്ശേരി ആലപ്പുഴ സർവീസ് നടത്തുന്നതിന് ഒരു കുഴപ്പമില്ല. ഇനി സാധാരണപ്പെട്ട ഒരുവിധപ്പെട്ട വെള്ളപ്പൊക്കം വന്നാലും റോഡ് യാതൊരു പ്രശ്നമില്ലാതെ സർവീസുകൾ നടന്നുകൊണ്ടിരിക്കും. ചെയ്യുന്ന പണിയെല്ലാം നല്ല സ്ട്രോങ് ആയ പണികളാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ വളരെ പ്രയോജനപ്പെട്ടതാണ്. ഇതിൻ്റെ സൈഡിൽ കൂടെ വരുന്ന ഈ പൈപ്പ് ലൈനിൽ കൂടെ വെള്ളം കെട്ടിയാൽ ഈ 13 പഞ്ചായത്തിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ തീരും. കുടിവെള്ളത്തെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കും. ഇതാണ് ഞങ്ങൾക്ക് ആത്മവിശ്വാസവും. ഭംഗിയായ രീതിയിൽ സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങൾ ഒരുപ്പെട്ട ആളുകൾക്കറിയാം. അത് വോട്ടിലൂടെ പ്രതിഫലിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. റോഡൊക്കെ സൂപ്പറാണ്, കുഴപ്പമില്ല. നേരത്തെ വെള്ളം പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം കയറുമായിരുന്നു, ഇപ്പോൾ പ്രശ്നങ്ങളില്ല. ഇനിയിപ്പോൾ ലൈറ്റിൽ വന്നു കഴിഞ്ഞാൽ സൂപ്പറായി. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് ആളുകൾക്കെല്ലാം സുഖമായിട്ട് പോവാം, നന്നായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വീണ്ടും ഇടതുപക്ഷം തന്നെ വരും. പറയും നാട്ടിൽ നല്ല വികസന പ്രവർത്തനം കാണുന്നതല്ലേ. കണ്ണ് പറഞ്ഞ കാണുന്നവർക്കൊന്നും മനസാക്ഷി വാങ്ങിച്ച് വോട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് LDF വീണ്ടും വരും, അസംബ്ലിയിലും വരും. AC റോഡിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും. അപ്പോൾ LDFന്റെ എല്ലാ പ്രവർത്തനങ്ങളും തന്നെ ജനങ്ങൾ രണ്ട് കൈയിൽ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒക്കെ കണ്ടല്ലോ, നല്ല വികസന പ്രവർത്തനങ്ങളല്ലേ. അപ്പം അത് വെച്ചിട്ടാണെങ്കിൽ LDFന്റെ ഇനിയും മുന്നേറ്റം ഉണ്ടാവും, മൂന്നാം തുടർ ഭരണം ഉണ്ടാവും. റോഡെന്ന് പറഞ്ഞാൽ ഒരു ദിവാസ്വപ്നം പോലെ കുട്ടനാട്ടുകാരുടെയാണ്. ഇത് ഈ പിണറായി സർക്കാർ അല്ലാതെ ഇവിടെ ഒരുപാട് ആളുകൾ ഇവിടെ ഈ കേരളം ഭരിച്ച, പക്ഷേ അതിനൊരു പ്രതിവിധി കണ്ടുപിടിച്ചത് നമ്മുടെ സഖാവ് പിണറായിയാണ്. അതിന് 1000 നന്ദി രേഖപ്പെടുത്തുന്നു ആ കാര്യത്തിന്. AC റോഡ് അടിപൊളി സുന്ദരമായ റോഡ്, എലിവേറ്റഡ് ഹൈവേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് വാഹനങ്ങൾ ഇടാനും ആൾക്കാർക്ക് തങ്ങാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. അത് എത്രയും വേഗം ചങ്ങനാശ്ശേരിക്കും ആലപ്പുഴയ്ക്കും എത്തുന്നതിന് വാഹനങ്ങൾ എത്തുന്നതിനുള്ള സൗകര്യമുണ്ട്. അതാണ് ഈ റോഡിൻ്റെ പ്രാധാന്യം. കിഫ്ബിയെ തള്ളിപ്പറഞ്ഞവർ വന്ന് കാണേണ്ട കാഴ്ചയാണ് ഈ റോഡ്. കിഫ്ബി നാട്ടിൽ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവർക്കുള്ള മറ്റൊരു മറുപടി കൂടിയാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്.